അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. അമ്മയെന്ന സംഘടന സമൂഹത്തിൽ ചീഞ്ഞളിഞ്ഞു നിൽക്കുകയാണെന്ന് അംഗങ്ങളിൽ ഒരാളായ യമുന റാണി യോഗത്തിൽ പറഞ്ഞു. ഈ ജോലി ചെയ്തു ജീവിക്കുന്ന താൻ ഉൾപ്പെടെയുള്ള ആളുകളെ സമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിച്ചെന്നും അവർ വിമർശിച്ചു. ഇതിന്റെ കാരണം ഈ സംഘടനയ്ക്ക് പുറത്തുള്ള ഒരാൾ പോലും അല്ല എന്നുള്ളത് ദയനീയമായ ഒരു സത്യമാണ്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് സംഘടനയുടെ പ്രശ്നമായിട്ട് ഈ ഭരണം വെച്ചിരിക്കുന്നത്. രാവിലെ എന്റെ 2 മക്കളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് മാർക്കറ്റിൽ വന്ന് മീനും മലക്കറിയും വിലപേശി മേടിച്ച് കുടുംബം നോക്കുന്നത് സാധാരണ സ്ത്രീയാണ്. ഞാൻ ആ മാർക്കറ്റിൽ ചെന്ന് നിന്നപ്പോ മാർക്കറ്റിലുള്ളവർ എന്നോട് പറഞ്ഞത് കേൾക്കുന്നുണ്ടാകും. ഇവിടെ ഞാൻ ഒരവസരം കൂടി നൽകണമെന്ന് അഭ്യർത്ഥിച്ച് പ്രസിഡന്റ് ശ്വേതാ മേനോൻ അവിശ്വാസ രേഖയിൽ വോട്ടെടുപ്പിനെ അനുകൂലിക്കുന്നുവെന്നും അറിയിച്ചു. മുഴുവൻ കണക്കുകളും 35 ദിവസത്തിനകം സമർപ്പിക്കാമെന്ന ഉറപ്പും ശ്വേത യോഗത്തിൽ നൽകി. മോഹൻലാൽ അടക്കമുള്ള മുതിർന്ന താരങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, വളരെ മോശം രീതിയിലുള്ള യോഗമാണ് നടന്നത് എന്ന് തന്നെ പരാമർശിക്കാവുന്ന ഒരു യോഗമാണ്. സംഘടന ചീഞ്ഞളിഞ്ഞിരിക്കുന്നു എന്നൊരു അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ യമുന റാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്ക് യമുന റാണിയുടെ ഓഡിയോ ആണ് ലഭ്യമായത്. മറ്റു പലരും പലതരത്തിലുള്ള വിമർശനങ്ങൾ തീർച്ചയായും സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ടാകാം. നേതൃത്വത്തിൻ്റെ ഈ കുറവ് തുറന്നുകാട്ടുന്ന ഒരു യോഗമാണ് കൊച്ചിയിൽ നടന്നത്. അതായത് പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണെന്ന് ആലോചിക്കണം. അത്തരമൊരു യോഗത്തിലാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അതായത് അമ്മ താരസംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ കടുത്ത വിമർശനം നേതൃത്വത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേതൃത്വം എത്രയും പെട്ടെന്ന് രാജിവെച്ച അഡോ കമ്മിറ്റി വേണം എന്നുള്ളൊരു ആവശ്യമാണ് അംഗങ്ങളിൽ ഭൂരിഭാഗവും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടയിലാണ് ശ്വേതാ മേനോൻ തങ്ങൾക്ക് 10 ദിവസം കൂടി നൽകണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. 35 ദിവസത്തിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും അവസാനിപ്പിക്കാം എന്നുള്ള കണക്കടക്കം അവതരിപ്പിക്കാമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. എന്തായാലും താരസംഘടനയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദം യമുന റാണിയുടെ ാണ്. അതിൽ തന്നെ യമുന റാണി രൂക്ഷമായാണ് വിമർശിക്കുന്നത്. അവർ പറയുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന സമൂഹത്തിൽ ചീഞ്ഞളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സംഘടന ഇത്രയും മോശമാകുന്നതിന് കാരണം സംഘടനയിലെ തന്നെ അംഗങ്ങളാണ്. പുറത്തുനിന്ന് മറ്റാരും ഈ സംഘടനയെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല. പകരം അംഗങ്ങൾ തമ്മിലുള്ള വാക്പോര് അത് സംഘടനയെ മോശമാക്കി കഴിഞ്ഞിരിക്കുന്നു. വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണ് സംഘടന ഇത്രയും മോശമാകുന്നതിന് കാരണമായത് എന്നുള്ള കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റ് അംഗങ്ങളും രൂക്ഷമായ വിമർശനങ്ങളാണ് പലരും ഇതിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇപ്പോഴും തർക്കം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിശ്വാസ പ്രമേയം അല്പനേരത്തിനുള്ളിൽ തന്നെ പാസ്സാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പനേരം മുൻപ് ഭക്ഷണത്തിന് പിരിയുന്നതിന് മുൻപ് ശ്വേതാ മേനോൻ ചോദിച്ചിരുന്നു ആരാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ എത്തുന്നതെന്ന്. എന്നാൽ ഇതുവരെയും അതിന് മറുപടി കൊടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം അവിശ്വാസ പ്രമേയം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നതും. അങ്ങനെ അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും താരസംഘടനയിലെ നിലവിലെ അഡോ കമ്മിറ്റിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രാജിവെക്കേണ്ടതായി വരും. പകരം പുതിയ അഡോ കമ്മിറ്റി വരികയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ നിലവിലെ ഭാരവാഹികൾ എല്ലാവരും തന്നെ മാറേണ്ടി വരും. രൂക്ഷമായ വിമർശനം പലർക്കുമെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ രൂക്ഷമായ അംഗങ്ങൾ വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അമ്മ നേതൃത്വത്തിൻ്റെ കീഴിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി സഹിൻ, എന്തായാലും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അമ്മയെന്ന സംഘടന സമൂഹത്തിൽ ചീഞ്ഞളിഞ്ഞു നിൽക്കുകയാണെന്ന് അംഗങ്ങളിൽ ഒരാളായ യമുന റാണി യോഗത്തിൽ പറഞ്ഞു.